ഈ ചെറിയ ചരടൻ എങ്ങനെ ഈ 55 കിലോയ്ക്ക് മുകളിൽ പ്രാരമുള്ള നവീൻ ബാബു എങ്ങനെ തൂങ്ങിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കെട്ടിപ്പൊട്ടു പോവില്ലോ. അത് തനിക്ക് അത്രയും ചെറിയ ചരടനെങ്കിൽ ഞാനും. അതുപോലെ ഈ അടിവസ്ത്രത്തിൽ ബ്ലഡ് കിടന്നു. ബ്ലഡ് അത് ഏനസിലൂടെ വന്നതാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ എങ്ങനെ ബ്ലഡ് വന്നു എന്ന് പരിശോധിക്കണ്ടേ? ന്യായം പരിശോധിക്കണമല്ലോ. ഞാൻ എത്രയോ ആത്മഹത്യ ചെയ്ത് തൂങ്ങിയിരിക്കുന്ന കേട്ടിട്ടുള്ള ആളാണ്, അതറിയാവുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയണ്ടേ. ശ്രീ പി സി ജോർജ്, ഏതാനും മാസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യാണ് ഈ നവീൻ ബാബുവിന്റെ കൊലപാതകമാണോ മരണമാണോ ആത്മഹത്യയാണെന്നോ ഉണ്ട്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറെ ചർച്ചയാണ് ഈ നവീൻ ബാബു എങ്ങനെ ഇത്രയും 55 കിലോ ഭാരമുള്ള നവീൻ ബാബു എങ്ങനെയാണ് ഈ ചെറിയ കയറിൽ തൂങ്ങി നിന്നതും, അതുപോലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ടായിരുന്ന അടിവസ്ത്രത്തിലെ ചോരത്തറ എന്തുകൊണ്ട് എഫ്ഐആറിനും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വന്നില്ല. ഇപ്പൊ താങ്കളുടെ കാഴ്ചപ്പാടിൽ ഇത് കൊലപാതകം ആണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ആ സംഭവം നടന്ന് പിറ്റേ ദിവസം മുതൽ പറയുന്നത് കൊലപാതകമാണെന്ന് പറയുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ 100% അത് വിശ്വസിക്കുക. കാരണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ചെറിയ ചരടൻ എങ്ങനെ ഈ 55 കിലോയ്ക്ക് മുകളിൽ പ്രാരമുള്ള നവീൻ ബാബു എങ്ങനെ തൂങ്ങിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കെട്ടിപ്പൊട്ടു പോവില്ലോ. അത് തനിക്ക് അത്രയും ചെറിയ ചരടനെങ്കിൽ ഞാനും. അതുപോലെ ഈ അടിവസ്ത്രത്തിൽ ബ്ലഡ് കിടന്നു. ബ്ലഡ് അത് ഏനസിലൂടെ വന്നതാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ എങ്ങനെ ബ്ലഡ് വന്നു എന്ന് പരിശോധിക്കണ്ടേ? ന്യായം പരിശോധിക്കണമല്ലോ. ഞാൻ എത്രയോ ആത്മഹത്യ ചെയ്ത് തൂങ്ങിയിരിക്കുന്ന കേട്ടിട്ടുള്ള ആളാണ്, അതറിയാവുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയണ്ടേ. നവീൻ ബാബുവിനെ കൊന്നതാണെന്ന് ഈ ആർക്കും ഒരു സംശയം വേണ്ട. കാരണം എന്താന്ന് ചോദിച്ചാൽ, നവീൻ ബാബു ആ മുറി പൂട്ടി താക്കോല് കയ്യിലുണ്ടല്ലോ. ആ താക്കോൽ എങ്ങനെ താക്കോൽ അവരുടെ കിട്ടി? മറ്റോടയില് മുറിപൂട്ടി ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടല്ലോ. എന്നിട്ടാണോ തിരിച്ചു വന്നിരിക്കുന്നത്? അപ്പൊ തിരിച്ചു വന്ന് എങ്ങനെ മുറിക്കരുത്? ആരാ മുറി തുറന്നത്? പറയണ്ടേ? അത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മരിച്ചു എന്നറിഞ്ഞ് ആ നിമിഷം തന്നെ ഇവരെ ഭാര്യയും മക്കളും രണ്ടുപേരും കൂടി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഭർത്താവ് അല്ലെ അച്ഛൻ വരുന്നത് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് മെസ്സേജ് വരുന്ന ആശുപത്രിയിലായിരുന്നു. ഉടനെ തന്നെ ഇവർ പുറപ്പെടുകയാണ്. ഇവരവിടെ ചെല്ലുന്നതിന് ഇപ്പുറം വേഗം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യം എന്താ? ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ട കാര്യം എന്താ? പോലീസിന്റെ എത്ര സ്പീഡ്? പിണറായിയുടെ പോലീസ് ഇത്ര സ്പീഡ് വേണോ? അപ്പോഴാണ് ഇതിനകത്ത് പ്രശ്നം. CPM-ന് നേരിട്ട് ഇടപെടലിലൂടെ നടത്തിയ ഒരു കൊലപാതകമാണ്. CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് അപമാനം ഉണ്ടാക്കി എന്നല്ല പ്രശ്നം. ഇത് CPM-ന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഓഫീസ് ആവശ്യത്തിന് അവിടെ 7ഓളം പെട്രോൾ പമ്പുകൾ ഇപ്പോ മുഖ്യമന്ത്രി ഓഫീസിലെ മുതലാളിക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല പരിചയം ബന്ധമുള്ള ആളാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ നടന്ന് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത് കയറി വന്നിപ്പോ ആ ഓഫീസിന് നിയന്ത്രണം കിട്ടിയിരിക്കുന്ന ആളാണ്. പിണറായിയുടെ എല്ലാ കൊള്ളയ്ക്കും കൂട്ടു നിൽക്കുന്നവരാണ്. അപ്പോ അയാളെ പെട്രോൾ പമ്പ് വെച്ച് കിട്ടിയില്ലെങ്കിൽ അത് പിണറായി തന്നെയാണെന്ന് പറയേണ്ടി വരുന്നത് എൻ്റെ സംശയം. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ബിനാമിയാണ് നമ്മുടെ ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആ സ്ത്രീയുടെ ഭർത്താവ്. അയാളുടെ പേരിലാണല്ലോ, അയാൾ വേറൊരാളുടെ പേരിലാണ് ഈ ഇത് കൊടുത്തിരുന്നത്, നമ്മുടെ പെട്രോൾ പമ്പിന് അപേക്ഷ. എൻ്റെ ഒരു ചോദ്യം എന്താണെന്നറിയോ? പെട്രോൾ പമ്പിന് അപേക്ഷ കൊടുത്ത ആൾക്ക് അതിന് യോഗ്യതയില്ല, പണമില്ല, സാമ്പത്തികം ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. അത് തന്നെയല്ല, ഈ സംഭവം നടന്ന ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആ അപേക്ഷകന്റെ കത്ത് കിട്ടുക. അപേക്ഷന്റെ ശരിയായ കത്തെടുത്ത് നോക്കിയപ്പോ അതിനകത്ത് ഒപ്പ് വേറെയാ, 2 ഒപ്പാ. അപ്പൊ മുഖ്യമന്ത്രി ഓഫീസിൽ കൊടുത്ത കത്ത് അയാളുടെ തന്നെ തെളിഞ്ഞു. പക്ഷെ അയാളിപ്പോ പറയുന്ന ന്യായം എന്ന് പരിശോധിച്ചപ്പം എനിക്ക് 2 ഒപ്പുണ്ടെന്ന്. അങ്ങനെ ലോകത്ത് ഈ തന്തയ്ക്ക് പറയാത്ത വേറെ ആർക്കും 2 ഒപ്പ് കാണുകയില്ല. മനസ്സിലായില്ലേ? 2 ഒപ്പാന്ന് അങ്ങനെ ലോകത്ത് കേട്ടിട്ടുണ്ടോ? അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് തൊഴിച്ചു കൊടുത്തത് സത്യം തെളിയില്ലേ? ക്ലിയർ കൊലപാതകമായി ധൈര്യമായിട്ട് ഇത് തെളിയിക്കപ്പെടും. എന്തുകൊണ്ടാണ് CBI എന്തുകൊണ്ടാണ് ഈ കേസ് ഏറ്റെടുത്ത് ഇപ്പോഴും തയ്യാറാത്തത്? CBI തയ്യാറാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഗവൺമെന്റ് കൊടുക്കണ്ടേ? CBI വന്നാൽ ഈ കേസ് തെളിയിക്കപ്പെടും എന്ന് ഉറപ്പുണ്ടോ? ഉറപ്പാണ് എനിക്ക് ഒരു സംശയമില്ല. CBIക്ക് വന്നുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അവര് എല്ലാ വശവും പരിശോധിക്കും. ഉത്തരം പറയേണ്ടി വരും പോലീസ് കുറെ എണ്ണം സസ്പെൻഷൻ പോകേണ്ടി വരും. എന്തിന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഇവർ വരുന്നതിന് മുമ്പ്
എന്തൊരു ഇംഗ്ലീഷ് തയ്യാറാക്കിയ പോട്ടെ കൊല ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിർബന്ധം. ഭാര്യയും മക്കളും ചെല്ലുന്നതിന് ബന്ധുക്കളും ചെല്ലുന്നതിനിപ്പുറം പെട്ടിക്കകത്താക്കി അടക്കേണ്ട കാര്യം എന്താ? ക്ലീൻ കൊലപാതകം, മർഡറാണ്, ഒരു സംശയം വേണ്ട. ഇതൊക്കെ എത്ര പേരെ കൊന്നു. പിണറായി വിജയൻ തന്നെ കുത്തിക്കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മുഖ്യമന്ത്രിയാ അയാൾ ആ മുഖ്യമന്ത്രി വന്നിരിക്കുന്നത്. മുടക്കുഴമനയിൽ നിന്നുണ്ടാക്കിയ പാർട്ടിയല്ലേ ഇത്? ഏതാ ഇപ്പൊ തീർന്നല്ല, അടിച്ച് വിരിയട്ടെ എല്ലാം. ഇതൊക്കെ കുറെ ആളുകൾ കമ്മ്യൂണിസം മാർക്സിസം എന്ന് പറയുന്ന ഒരു ഇസവാ. അത് കുറേയേറെ നന്മകളും ഒക്കെ ഉള്ളതാണ്. തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്നതിനകത്ത് കുറേയേറെ നന്മയുണ്ട്. പക്ഷെ അതെല്ലാം പോയി. ഇപ്പൊ കമ്മ്യൂണിസം ഇല്ല, പിണറായിസം മാത്രമേ ഉള്ളൂ. ആ കമ്മ്യൂണിസ്റ്റെ വിറ്റ് കാശാക്കി കഴിച്ച് സമ്പന്നന്മാരുടെ പാർട്ടിയാക്കി അതിന്റെ വ്യക്തികൾക്ക് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാം കൊള്ളക്കാരായി മാറി. എല്ലാ ഏരിയ സെക്രട്ടറിമാരും ഇമ്മുന്നക്കാരും ചെത്ത് നടക്കുക. ഇതൊക്കെ എവിടെ പോയി നിൽക്കും? ഒരിക്കലും ഒരു സാധാരണക്കാരുടെ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ പിണറായിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിൽക്കാൻ കഴിയില്ല. അത് പിണറായി പാർട്ടിയായിട്ട് നിൽക്കും. അവർ ഇത് കൂടുതൽ കൊലപാതകം നടക്കും, ആരെയും കൊല്ലും, ആരെയും തിന്നും. ഇതൊക്കെ ജനം കാണുന്നുണ്ടെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി ശ്രീ പി സി ജോർജ്. ഓക്കെ.